ഇത് എല്ലാവരും നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വാർത്ത തന്നെയാണ്. ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാവും രാജ്യസഭാ എംപിയുമായ രാഘവ് ഛദ്ദ ബി.ജെ.പിയിൽ ചേർന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും പാർട്ടിയുടെ നയരൂപീകരണത്തിൽ നിർണായക പങ്കുവച്ചിരുന്ന വ്യക്തിയായ ഛദ്ദയുടെ ഈ മാറ്റം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലുണ്ടായ ചില കടുത്ത അഭിപ്രായ ഭിന്നതകളും അവഗണനയുമാണ് ഈ പെട്ടെന്നുള്ള കൂറുമാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് സൂചനകൾ. എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് ഇത് കനത്ത തിരിച്ചടി തന്നെയാണ്. ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയിൽ രാഘവ് ഛദ്ദ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. പാർട്ടിയുടെ സാമ്പത്തിക കാര്യങ്ങളിലും ദേശീയ തലത്തിലുള്ള ആശയവിനിമയത്തിലും അദ്ദേഹം പുലർത്തിയിരുന്ന വൈഭവം പാർട്ടിയുടെ വിജയങ്ങളിൽ ഏറെ നിർണായകമായിരുന്നു. രാഘവ് ഛദ്ദയോടൊപ്പം 6 രാജ്യസഭ എംപിമാർ കൂടി ആം ആദ്മി വിട്ട് ബി.ജെ.പിയിൽ ചേർന്നു. ഇതോടെ രാജ്യസഭയിലെ ആപ്പിന്റെ ആകെ 10 എംപിമാരിൽ 7 പേരും ഔദ്യോഗികമായി ബി.ജെ.പിയുടെ കൂടെ എത്തി. സന്ദീപ് പഥക്, അശോക് മിത്തൽ, മുൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ്, സ്വാതി മലിവാൾ, വിക്രം സ്വാഹി, രജീന്ദർ ഗുപ്ത എന്നീ എംപിമാരാണ് പാർട്ടി വിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിൽ ബി.ജെ.പി നടത്തുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളുടെ വിജയമായാണ് ഈ നീക്കത്തെ നിരീക്ഷകർ കാണുന്നത്. ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ഒരു യുവ നേതാവിനെ സ്വന്തം പാളയത്തിൽ എത്തിക്കുന്നതിലൂടെ ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുടെ അടിത്തറ ഇളക്കാൻ സാധിക്കുമെന്നാണ് ബി.ജെ.പി ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. ഇന്നലെ ബി.ജെ.പി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് രാഘവ് ഛദ്ദ അംഗത്വം സ്വീകരിച്ചത്. രാജ്യത്തെ വികസന പാതയിലേക്ക് നയിക്കാൻ ബി.ജെ.പിക്ക് മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം രാഘവ് ഛദ്ദ പാർട്ടി വിട്ടത് വ്യക്തിപരമായും രാഷ്ട്രീയമായും വലിയൊരു ആഘാതമാണ്. രാജ്യസഭയിലെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് പാർട്ടിയുടെ ദേശീയ പദവിയെയും സ്വാധീനത്തെയും ഗുരുതരമായി ബാധിക്കും എന്നതും മറ്റൊരു പ്രധാന പ്രശ്നമാണ്. ആം ആദ്മി പാർട്ടിയുടെ ട്രബിൾ ഷൂട്ടർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഛദ്ദ ഇനി മുതൽ ബി.ജെ.പിക്ക് വേണ്ടി ആം ആദ്മിക്കെതിരെ നിൽക്കും എന്നതും പാർട്ടിയിൽ കനത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഛദ്ദയുടെ ഈ മാറ്റം വോട്ടർമാരുടെ ഇടയിൽ എന്തുതരം പ്രതിഫലനം ഉണ്ടാക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. പാർട്ടി മാറുന്നതുമായി ബന്ധപ്പെട്ട് ഈ 7 പേരും രാജ്യസഭാ അധ്യക്ഷന് കത്ത് നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ അഴിമതി തുടച്ചു നീക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് ഉയർന്നു വന്ന ആം ആദ്മി പാർട്ടി ഇപ്പോൾ അഴിമതിയിൽ കുളിച്ച് നിൽക്കുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചുകൊണ്ടാണ് രാഘവ് ഛദ്ദ പാർട്ടി വിടുന്നതായി അറിയിച്ചത്. രാജ്യസഭയിലെ ആകെയുള്ള ആം ആദ്മി എംപിമാരിൽ 3ൽ 2 അംഗങ്ങളും പാർട്ടി വിട്ട് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയത് ആം ആദ്മി പാർട്ടിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ്. താൻ ശരിയായ പാതയിൽ നീങ്ങുന്ന ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിലും പ്രവർത്തിക്കുന്നത് ഒരു തെറ്റായ പാർട്ടിയിലാണെന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് പാർട്ടി വിട്ടതെന്ന് രാഘവ് ഛദ്ദ പറഞ്ഞു. തന്റെ ജീവിതത്തിലെ 15 വർഷങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് നൽകി. എന്നാൽ ഇപ്പോൾ സത്യസന്ധമായ രാഷ്ട്രീയത്തിൽ നിന്നും ആ പാർട്ടി അകന്നിരിക്കുന്നു. ഇത് ആം ആദ്മി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നും രാഘവ് കുറ്റപ്പെടുത്തും. 2012 ആം ആദ്മി പ്രഖ്യാപിച്ച അഴിമതിക്ക് എതിരായ പാർട്ടി എന്ന തരംഗത്തെ തുടർന്നാണ് രാഘവ് ഛദ്ദ ഈ പാർട്ടിയിലേക്ക് വരുന്നത്. രാജ്യസഭയിൽ നടത്തിയ മികച്ച പ്രസംഗങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലും മറ്റും രാഘവ് ഛദ്ദ ഏറെ കയ്യടി നേടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് ഓപ്പറേഷൻ താമരയാണെന്നും 7 വഞ്ചകരെയും പഞ്ചാബ് മറക്കില്ല എന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം. ആം ആദ്മി നേതാവ് സഞ്ജയ് സിംഗ് ആണ് 7 പേർക്കെതിരെയും ആഞ്ഞടിച്ചത്. ബി.ജെ.പി പഞ്ചാബിനോട് ചെയ്തത് വഞ്ചനയാണെന്ന് അരവിന്ദ് കെജ്രിവാളും പറയുന്നു. ഇതിപ്പോൾ ആപ്പിനെ താമര വിഴുങ്ങി എന്ന് പറയുന്നത് തീർത്തും ശരിയല്ല. നല്ലൊരു നേതാവായ രാഘവ് ഛദ്ദ പാർലമെന്റിൽ സംസാരിച്ച് ശ്രദ്ധ നേടിയപ്പോൾ മുതൽ അദ്ദേഹത്തെ ഒതുക്കാൻ ആ പാർട്ടിയിൽ ശ്രമം നടന്നിരുന്നു. അരവിന്ദ് കെജ്രിവാളിനേക്കാൾ തലയെടുപ്പുള്ള ഒരു നേതാവും ആപ്പിൽ വേണ്ടെന്ന് ആർക്കോ നിർബന്ധം ഉള്ളതുപോലെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഒടുവിലെല്ലാം ബി.ജെ.പി കണക്കുകൂട്ടിയ പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഓഫർ ഒന്നും കൊടുക്കാതെ തന്നെ മികച്ച കുറച്ച് നേതാക്കൾ ബി.ജെ.പി പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു.